We will be looking at graph theory. Graph is a data structure which is defined by two components. Graph is two components in data structure graph. Two components vertex and edge. Vertex is a node and edge. Vertex and edge combination data structure graph. Here nodes A, B, C, D, E, F. Edge A, B, B, C, C, D, D, E, E, F, F, A, A, C. These are edges. There are two types of graph. One directed graph and undirected graph. Directed graph is edge in the direction specified. But undirected graph edge in the position തന്നിട്ടില്ല. Application of graph theory. Graph is a data structure that real life extensively used. First one, social network. Each user is represented as a node. Each user ഒരു നോഡിനെ മാതിരി റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ആക്ടിവിറ്റി സജഷനും ഫ്രണ്ട് ലിസ്റ്റ് എല്ലാം എഡ്ജസ് മാതിരി റെപ്രസെന്റ് ചെയ്യും. ഇതാണ് സോഷ്യൽ നെറ്റ്വർക്ക്. നമ്മളെ ഫേസ്ബുക്കിലെല്ലാം ഫേസ്ബുക്ക്, ട്വിറ്റർ അതിലെല്ലാം ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഗൂഗിൾ മാപ്സ്. നമ്മളെ ഫോണിൽ ഗൂഗിൾ മാപ്സ് ഉണ്ട്. ആ ഗൂഗിൾ മാപ്സും ഗ്രാഫ് തിയറിന്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. വേരിയസ് ലൊക്കേഷൻസിനെ നമ്മൾ വേർട്ടെക്സോ നോഡ് പറയും. പിന്നെ ഈ റോഡും അങ്ങനത്തെ അതെല്ലാം എഡ്ജസിനെ റെപ്രസെന്റ് ചെയ്യും. ഇപ്പം പയ്യന്നൂർ, ബാംഗ്ലൂർ അതെല്ലാം നോഡ്സ് ആയിരിക്കും. പക്ഷെ പയ്യന്നൂർ ടു ബാംഗ്ലൂരിന്റെ ആ പാത്തിനെ അത് എഡ്ജ് മാതിരി റെപ്രസെന്റ് ചെയ്യും. ഗ്രാഫ് തിയറി ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ മാപ്സിൽ shortest path between two nodes, that is shortest path between two places find ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് recommendations on e-commerce websites. the recommendation on e-commerce websites നമ്മൾ graph theory യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ graph theory is used to study molecules in chemistry and physics. Chemistry and physics പറഞ്ഞ സബ്ജക്ട്സിലെല്ലാം നമ്മൾ graph theory യൂസ് ചെയ്യുന്നുണ്ട്. മോളിക്യൂൾസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കെമിസ്ട്രി, ഫിസിക്സിലും ഗ്രാഫ് തിയറി യൂസ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാഫ്. അഡ്ജസൻറ്റ് നോഡ്. ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഡ്ജസൻറ്റ് നോഡ്. ഇപ്പം എയും ബിയും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട്. എ ബി പറഞ്ഞ എഡ്ജ് ഉണ്ട്. എയും ബിയും അഡ്ജസൻറ്റ് നോഡാണ്. അതേമാതിരി ബിയും സിയും അഡ്ജസൻറ്റ് നോഡാണ്. എന്താ വെച്ചാൽ ബി സി പറഞ്ഞൊരു എഡ്ജ് ഉണ്ട്. അതേമാതിരി സിയും ഡിയും അഡ്ജസൻറ്റ് നോഡാണ്. സി ഡി പറഞ്ഞ എഡ്ജ് ഉണ്ട്. പിന്നെ ഉള്ളത് ഡിഗ്രി ഓഫ് എ നോഡ്. ഡിഗ്രി ഓഫ് എ നോഡ് പറഞ്ഞാൽ എത്ര എഡ്ജസ് പോകുന്നുണ്ട് ആ വേർട്ടസസിൽ നിന്ന്, അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറയുന്നത്. എന്ന് നമുക്ക് 3 എഡ്ജ് പോകുന്നുണ്ട്. എന്റെ ഡിഗ്രി 3. ബിന്ന് 2 എഡ്ജസ് പോകുന്നുണ്ട്, എ ബിയും ബി സിയും. അതിൻ്റെ ഡിഗ്രി 2. പിന്നെ സിന്ന് 4 എഡ്ജ് പോകുന്നുണ്ട്. ഒന്ന് ബി സി, സി എ, സി ഇ ആൻഡ് സി ഡി. അതിന് 4 ഡിഗ്രി ഉണ്ട്. ഇതാണ് ഡിഗ്രി ഇൻ എ യൂണിഡയറക്റ്റഡ് ഗ്രാഫ്. അൺഡയറക്റ്റഡ് ഗ്രാഫിൽ നമുക്ക് ഡിഗ്രീസ് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫിൽ ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രീൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അൺഡയറക്റ്റഡ് ഗ്രാഫിൽ ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി ഇല്ല, ജസ്റ്റ് ഡിഗ്രി മാത്രമേ ഉള്ളൂ. പക്ഷേ ഡയറക്റ്റഡ് ഗ്രാഫിൽ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും ഉണ്ട്. എന്താ വെച്ചാൽ ഡയറക്റ്റഡ് ഗ്രാഫിൽ ഡയറക്ഷൻസ് ഇല്ലുണ്ട്. നമുക്ക് ഇതിൽ ഇൻ ഡിഗ്രി നോക്കാം. ഇൻ ഡിഗ്രി പറഞ്ഞാൽ ഓഫ് എ നോഡ് ഇസ് എ നമ്പർ ഓഫ് അറൈവിംഗ് നോഡ്സ് ടു എ നോഡ്. ഇൻ ഡിഗ്രി പറഞ്ഞാൽ ഒരു നോഡിൽ എത്രമാത്രം
നോഡ്സ് അറൈവ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് ഇൻ ഡിഗ്രി എന്ന് പറയുന്നത്. ഔട്ട് ഡിഗ്രി ഓഫ് എ നോഡ് ഇസ് എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് നോ സൈക്കിൾ. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫിൽ സൈക്കിൾ ഇല്ലെങ്കിൽ അതിനെ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. For a vertex V in directed acyclic graph, there is no directed edge starting and ending with the vertex V. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. പിന്നുള്ളത് ട്രീ. എ ട്രീ is just a restricted form of a graph that is directed acyclic graph with a restriction that a child can have only one parent. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫാണ്, റെസ്ട്രിക്റ്റഡ് ടൈപ്പ് ഓഫ് ഗ്രാഫാണ്. അതൊരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫാണ്. ആ റെസ്ട്രിക്ഷൻ എന്താണ്? ചൈൽഡിന് ജസ്റ്റ് ഒരു പാരന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. പിന്നുള്ളത് യൂണി ഡയറക്റ്റഡ് ഗ്രാഫ്. എ ഗ്രാഫ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ എഡ്ജ് ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ യൂണി ഡയറക്റ്റഡ് ഗ്രാഫിൽ ഡയറക്ഷൻ ഓഫ് എഡ്ജ് ഡിഫൈൻ ചെയ്യുന്നില്ല. സോ ഇഫ് ആൻ എഡ്ജ് എക്സിസ്റ്റ് ബിറ്റ്വീൻ നോഡ് യു ആൻഡ് വി, then there is a path from node u to v and vice versa. Connected graph. A graph is connected when there is a path between every pair of vertices. അപ്പം കണക്റ്റഡ് ഗ്രാഫ് പറഞ്ഞാൽ ഒരു പാത്ത് ഉണ്ട്, ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വെർട്ടിസസ് ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. അപ്പം ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ദർ ഈസ് നോ അൺറീച്ചബിൾ നോഡ്. അപ്പോൾ എല്ലാ നോഡ്സും റീച്ചബിൾ ആണ് കണക്റ്റഡ് ഗ്രാഫിൽ. എന്നിട്ടാണ് അതിനെ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാൻ കാരണം. പിന്നുള്ളത് കംപ്ലീറ്റ് ഗ്രാഫ്. എ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് ഗ്രാഫ് വെർട്ടിസസ് is connected by edge. In other words, every node is adjacent to every other node, and a complete graph would have n into n minus 1 by 2 edges. അപ്പം കംപ്ലീറ്റ് ഗ്രാഫ് പറഞ്ഞാൽ it is connected by a edge. Every node u is adjacent to every other node v in the graph. ഇനി n into n minus 1 by 2 edges ഉണ്ട്. പിന്നിലത് ബൈ കണക്റ്റഡ് ഗ്രാഫ്. A connected graph which cannot be broken down into any further pieces by deletion of any vertex. It is a graph with no articulation point. അപ്പം ബൈ കണക്റ്റഡ് ഗ്രാഫ് പറഞ്ഞാൽ നമുക്ക് അതിനെ ഫർദർ പീസസിലേക്ക് ബ്രോക്കൺ ഡൗൺ ചെയ്യാൻ പറ്റൂല. അതിനെ പറയുന്ന പേരാണ് ബൈ കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ ഇതിൽ എ ബി സി ഡി ഇ എഫ് ഇത് കണക്റ്റഡ് ഗ്രാഫ്. എന്താ വെച്ചാൽ എല്ലാ കോമ്പണൻസും ഇതിൽ കണക്റ്റഡ് ആണ്, ഒരു കോമ്പണന്റ് വരെ കണക്റ്റഡ് അല്ലാണ്ടില്ല. Consider a complete graph with n nodes. Each node is connected to n minus 1 nodes. അപ്പം ഒരു n നോഡിന്റെ കംപ്ലീറ്റ് ഗ്രാഫ് കൺസിഡർ ചെയ്യുമ്പം every node is connected to other n minus 1 node. അപ്പോൾ it becomes n into n minus 1 nodes. But this counts each edge twice because this is a unidirected graph, so it's divided by 2. അപ്പം unidirected graph ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യും. അപ്പം ഇത് n into n minus 1 by 2 വരും. അപ്പം ഇതാണ് കംപ്ലീറ്റ് ഗ്രാഫിന്റെ എഡ്ജ്. അപ്പം കംപ്ലീറ്റ് ഗ്രാഫിന്റെ എഡ്ജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫോർമുല യൂസ് ചെയ്യണം, n into n minus 1 by 2. n പറഞ്ഞാൽ വെർട്ടിസസ് അല്ലെങ്കിൽ നോഡ്. അപ്പോൾ ഒരു ഗ്രാഫ് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറാണ് അമൗണ്ടിങ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ വിച്ച് സം പെയർസ് ഓഫ് ഒബ്ജക്ട്സ് ആർ ഇൻ സം സെൻസ് റിലേറ്റഡ്. അപ്പം സം പെയർ ഓഫ് ഒബ്ജക്ട്സ് റിലേറ്റഡ് ആണ്. Objects of the graph corresponds to vertices and relations between them corresponds to edges. Objects നെ നമ്മൾ vertices എന്ന് പറയും, പിന്നെ relations between them നെ നമ്മൾ edge പറയും. A graph is depicted diagrammatically as a set of dots depicting vertices connected by lines or curves depicting edges. A graph is G is equal to V, E. ഇതാണ് ഇതിന്റെ representation. Consists of V non-empty set of vertices or nodes and E a set of edges. Each edge has one or two vertices associated with it called endpoints. Types of graph. One is simple graph. A graph in which each edge connects two different vertices and no two edges connect the same pair of vertices is called a simple graph. അപ്പോൾ സിമ്പിൾ ഗ്രാഫ് പറഞ്ഞാൽ ഒരു എഡ്ജ് ഡിഫറെൻറ്റ് വെർട്ടിസസിനെ കണക്ട് ചെയ്യുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഗ്രാഫ്.
The above graph is a simple graph since no vertex has a self loop and no two vertices have more than one edge. അപ്പോൾ സെൽഫ് ലൂപ്പ് ഗ്രാഫ് സിമ്പിൾ ഗ്രാഫാണ്. എന്ത് വെച്ചാൽ ഏത് വെർട്ടസിനും സെൽഫ് ലൂപ്പില്ല ആൻഡ് നോ വെർട്ടസ് ഇസ് ഹാവിങ് മോർ ദൻ വൺ എഡ്ജ് കണക്റ്റിംഗ് ദം. അപ്പം ഏത് വെർട്ടസിലും മോർ ദൻ വൺ എഡ്ജ് ഇല്ല. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഗ്രാഫ്. The edges are denoted by the vertices they connect. A comma B is the edge connecting vertices A and B. അപ്പം A ഒരു vertex ആണ്, B ഒരു vertex ആണെങ്കിൽ A B ആണ്. A comma B പറഞ്ഞ A B പറഞ്ഞ എഡ്ജ് ആണ് അതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പം അതിനെ A comma B എന്ന് പറയും. പിന്നുള്ളത് മൾട്ടി ഗ്രാഫ്. A graph in which multiple edges may connect the same pair of vertices is called a multigraph. അപ്പോൾ മൾട്ടി ഗ്രാഫിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ടാവും. സിൻസ് അപ്പം മൾട്ടി ഗ്രാഫിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ടാവും. Since there can be multiple edges between same pair of vertices, the multiplicity of edge tells the number of edges between two vertices. അപ്പോൾ multiplicity of edge പറയുന്നുണ്ട് number of edges between two vertices. The above graph is multigraph since there are multiple edges between B and C. B and C തമ്മിൽ multiple edges ഉണ്ട്. അപ്പം ഇതിനെ പറയുന്ന പേരാണ് multigraph. Multiplicity of graph എത്രയാണ്? 2. അപ്പോൾ ബി സിന് രണ്ട് എഡ്ജസ് ഉണ്ട്, ഒന്ന് ബി സിയും മറ്റേത് ബി സി. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 2 ആണ്. 2 എഡ്ജസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 2 ആണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് മൾട്ടിഗ്രാഫ്. In some graph, unlike one shown above, the edges are directed. This means that relation between objects is one way only and not two way. The direction of edges may be important in some applications. Based on whether the edges are directed or not, we can have a directed graph and undirected graph. അപ്പോൾ ഡയറക്ഷൻ എഡ്ജസിൻ്റെ ഡയറക്ഷൻ ഷോ ചെയ്യുന്ന ഗ്രാഫിനെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. എഡ്ജസിൻ്റെ ഡയറക്ഷൻ ഷോ ചെയ്യാത്ത ഗ്രാഫിനെ നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. This property can be extended to simple graph and multigraph to get simple directed or unidirected simple graph and directed or undirected multigraph. Basic graph terminology. In the above discussion, some terms regarding graphs have been already explained, such as vertices, edges, directed and undirected edges, etc. There are more terms which describe properties of vertices and edges. പിന്നിലേതാണ് adjacency. In a graph G, two vertices U and V are said to be adjacent if there are endpoints of an edge. The edge UV to E is said to be incident with the vertices. In case the edge is directed, U is said to be adjacent to V and V is said to be adjacent from U. U is said to be initial vertex. U na initial vertex എന്ന് പറയും, V നെ നമ്മൾ terminal vertex എന്ന് പറയും. Degree of a vertex, number of edges incident with it. In case of directed graph, the degree is further classified as in degree and out degree. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. If a vertex has 0 degree, it is called isolated. അപ്പോൾ 0 ഡിഗ്രിയിലത്തെ വെർട്ടെക്സിനെ നമ്മൾ ഐസൊലേറ്റഡ് നോഡ് എന്ന് പറയും. ജസ്റ്റ് ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ പെൻഡന്റ് എന്ന് പറയും. Handshaking theorem. What would one get if degrees of all vertices of a graph are added? In case of an undirected graph, each edge contributes twice, once for its initial vertex and second for its terminal vertex. So the sum of degrees is equal to twice the number of edges. This fact is stated in the handshaking theorem. അപ്പോൾ sum of degrees of the vertex is equal to twice the edge. ഇനി പറയുന്ന പേരാണ് ഹാൻഡ് ഷേക്കിംഗ് തിയറം. അതായത് എല്ലാ വെർട്ടസസിൻ്റെയും ഡിഗ്രീസിനെ നമ്മൾ ആഡ് ചെയ്താൽ
that should be equal to the twice the number of edges. This fact is stated in the handshaking theorem. Sequential representation of graph. Graphs can be represented through matrix in a system's memory. This is sequential in nature. This type of representation is called sequential representation of graphs. അപ്പം ഗ്രാഫിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ദ മാട്രിക്സ് ഇൻ ദ സിസ്റ്റംസ് മെമ്മറി. അപ്പം ദിസ് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ നമ്മൾ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ് എന്ന് പറയും. രണ്ട് ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഗ്രാഫ് ഉണ്ട്. ഒന്ന് അഡ്ജസൻസി മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ, മറ്റൊന്ന് പാത്ത് മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ. Adjacency matrix representation. There are several different ways to represent a graph in a computer. Although graphs are usually shown diagrammatically, this is possible only when the number of edges and vertices is reasonably small. Graphs can also be represented in the form of matrices. അപ്പോൾ matricesന്റെ ഫോമിൽ നമുക്ക് ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. The major advantage of matrix representation is that the calculation of path and cycle can easily be performed using well-known operations of matrices. However, the disadvantage is that this form of representation takes away the visual aspects of graphs. It would be difficult to illustrate it in a matrix properties that are easily illustrated graphically. അപ്പം വിഷ്വൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അത് എങ്ങനെയാണ് വിഷ്വലി റെപ്രസെൻ്റ് ആവുന്നത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എക്സാമ്പിൾ മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്. കൺസിഡർ ദ ഫോളോയിങ് ഡയറക്റ്റഡ് ഗ്രാഫ് G in which vertices V1, V2, V3, V4 and V5 and its equivalent adjacency matrix representation on the right. അപ്പം V1 to V1, അപ്പോൾ V1 to V1 എഡ്ജ് ഇല്ല, അപ്പോൾ അതിനെ 0 എന്ന് കൊടുത്തു. പിന്നെ V1 V2, V1 V2ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അപ്പം V2ൻ്റെ V1 to V2 1 എന്ന് കൊടുത്തു. പിന്നെ V1 to V1, V1 to V1, V1 to V1 എഡ്ജ് ഇല്ല, അപ്പോൾ 0. V1 to V2, V1 to V2 എഡ്ജ് ഉണ്ട്, അപ്പോൾ അതിനെ 1 എന്ന് കൊടുത്തു. പിന്നെ V1 to V3, V1 to V3, V1 to V3 എഡ്ജ് ഇല്ല, അപ്പോൾ അതിനെ 0 എന്ന് കൊടുത്തു. പിന്നെ V1 to V4, V1 to V4 എഡ്ജ് ഉണ്ട്, അപ്പോൾ അതിനെ 1 എന്ന് കൊടുത്തു. പിന്നെ V1 to V5, V1 to V5 എഡ്ജ് ഉണ്ട്, അതിനെ 1 എന്ന് കൊടുത്തു. പിന്നെ V2 to V1, V2 to V1, V2 to V1 എഡ്ജ് ഇല്ല. V1 to V2 നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല, എന്താ വെച്ചാൽ ഇത് ഡയറക്ഷണൽ ഗ്രാഫാണ്. അപ്പം V2 to V1 ആണ് വരേണ്ടത്, പക്ഷേ ഇവിടെ V1 to V2 ആണ് വന്നിനി. അപ്പം V2 to V1 പറയുമ്പോൾ V2 to V1 0, V2 to V2, V2 to V2 എഡ്ജ് ഒന്നുമില്ല, അപ്പോൾ 0. V2 to V3, V2 to V3 എഡ്ജ് ഒന്നുമില്ല, അപ്പം 0. V2 to V4, V2 to V4, V2 to V4 ഉണ്ട് എഡ്ജ്, അപ്പോൾ അതിൻ്റെ വാല്യൂ 1. പിന്നെ V2 to V5 0, V2 to V5 0, V2 to V5 0, V5 to V2 ഉണ്ട്, പക്ഷേ V2 to V5 ഇല്ല, അപ്പോൾ അത് 0 ആവും. അപ്പോൾ അതേമാതിരി നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, അഡ്ജസൻസി മാട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. As you can see from the above graph, if a path of length 1 exists from one vertex to another, that is, two vertices are adjacent, there must be an entry of 1 in the corresponding position in the matrix. For example, from the vertex we can reach vertices V2, V4 and V5. Therefore, we can have a corresponding entry of 1 in the matrix in the first row and second and fourth and fifth columns. In general, the number of ones in the ith row corresponds to number of edges having the vertex V1, Vi, and the number of ones in the jth column corresponds to the number of edges in the vertex Vj.
Definition of an adjacency matrix. An adjacency matrix is defined as follows. Let a G be a graph with n vertices that are assumed to be ordered from V1 to Vn. V1 to Vn number of vertices ഉണ്ട്. Adjacency matrix. An adjacency matrix is defined as follows. Let a G be a graph with n vertices that are assumed from V1 to Vn. The n cross n matrix A in which A of ij equal to 1 if there exists a path from Vi to Vj. അപ്പം Vi vertex Vj vertex ഒരു പാത്ത് ഉണ്ടെങ്കിൽ A of ij ന്റെ വാല്യൂ 1 ആയിരിക്കും, അല്ലെങ്കിൽ A of ij ന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി പറയുന്ന പേരാണ് adjacency matrix. Calculating the path between the vertices. As shown in the previous example, the existence of an edge between two vertices Vi and Vj is shown by the entry of 1 in the ith row and jth column of the adjacency matrix. This entry represents the path of length 1 from Vi to Vj. To compute a path of length 2, the matrix of length 1 must be multiplied by itself, and the product matrix is a matrix representation of path of length 2. Computing a matrix representation of path of length 2. Using the matrix in the previous example and multiplying it by itself, we obtain the following new matrix. അപ്പോൾ മുമ്പത്തെ matrix നമ്മൾ multiply ചെയ്യുമ്പോൾ നമുക്ക് ഈ matrix കിട്ടി. The above matrix indicate that we can go from vertex V1 to V2 or from V1 to V4 in two moves. In fact, we examine the graph, we can see that this can be done by going through V5 and V2 respectively. We can also reach V2 from V3 and the V4 from V5 in two moves. In general, to generate the matrix of path of length n, take the matrix of path of length n minus 1 and multiply it with the matrix of path of length 1. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് between two vertices. പിന്നെയുള്ളത് പാത്ത് മാട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. Path can be defined as an open walk in which no vertex edge can appear twice. If an edge of graph is given is a part of given path, then put 1 else 0. If P of B of J of Bi is 1, edge is on the path, 0 otherwise. അപ്പോൾ ഇതാണ് പാത്ത് മാട്രിക്സ്. അപ്പം പാത്ത് 1 ഏതെല്ലാം എഡ്ജസ് ഉണ്ട്? A F H പാത്ത് 1 പിന്നെ സെക്കൻഡ് പാത്തിൽ ACGH, സെക്കൻഡ് പാത്തിൽ ACGH, തേർഡ് പാത്തിൽ ACDEH, അപ്പൊ ഇനി പറയുന്ന പേരാണ് പാത്ത് മാട്രിക്സ്. എഡ്ജ് ഓൺ പാത്ത് ഉണ്ടെങ്കിൽ അതിനെ 1 പുട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതിനെ 0 പുട്ട് ചെയ്യുക. അപ്പം 1 2 3 4 5 6 എഡ്ജ് പാത്താണ്. ABCDEFGH എഡ്ജ് ആണ്. ഇനി പറയുന്ന പേരാണ് പാത്ത് മാട്രിക്സ്. Thank you students. We will continue in the next class.